വെൽക്കം ടു ബി ഹാപ്പി. ഇറ്റ്സ് മീ ആൽഫിൻ. ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ നമ്മൾക്ക് എങ്ങനെയാണ് വിൻഡോസ് 10-ൽ പ്രീഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്ന പെയിന്റ് 3D ഉപയോഗിച്ച ഒരു പിക്ചറിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ സാധിക്കുക എന്നതാണ്. പെയിന്റ് 3D ഉപയോഗിച്ച് നമ്മൾ ഓഫ്ലൈൻ ആയിരിക്കുന്ന സമയത്തും നമ്മൾക്ക് ഒരു പിക്ചറിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ സാധിക്കും. ഇത് വളരെ ഈസി ആണ്. അപ്പോൾ നമ്മൾക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനുള്ള പിക്ചർ ഇതാണ്. ഈ ഒരു പിക്ചറിന്റെ ഈ സൈഡിൽ വന്നിരിക്കുന്ന ഈ ഒരു നീല കളറാണ് റിമൂവ് ചെയ്യാനുള്ളത്. അതിനായിട്ട് നമ്മൾക്ക് പെയിന്റ് 3D ഓപ്പൺ ചെയ്യാം. നമ്മൾക്ക് പെയിന്റ് 3D ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് ഇവിടെ രണ്ട് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഒന്ന് ന്യൂവും ഒന്ന് ഓപ്പണും. നമ്മൾക്ക് ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിനുശേഷം നമ്മൾക്ക് ബ്രൗസ് ഫയൽസ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മൾക്ക് നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനുള്ള ആ ഒരു ഇമേജ് സെലക്ട് ചെയ്യാം. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുവാനായിട്ട് ലെഫ്റ്റിൽ നിന്ന് മൂന്നാമത്തെ ഓപ്ഷനായ മാജിക് സെലക്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഈ ഒരു ഒബ്ജക്റ്റിനെ പറ്റുന്ന എത്രയും നമ്മൾക്ക് ക്രോപ്പ് ചെയ്യാം. ഇതിന് ശേഷം നമ്മൾക്ക് നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ കറക്റ്റായിട്ട് ഇവിടെ ഒരു ഗ്ലോ എഫക്റ്റ് കാണിക്കുന്നുണ്ട്. ഇത്രയും ഭാഗം തന്നെയാണ് വേണ്ടത്. ഇനി നിങ്ങളുടെ കുറച്ച് ഭാഗം സെലക്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾക്കിതാ ഇവിടെ വരച്ചാൽ ഇത്രയും ഭാഗം കൂടി സെലക്ട് ചെയ്യാം. നമുക്ക് റിമൂവ് ചെയ്യുവാനായിട്ട് ഈ ഒരു റിമൂവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾക്ക് ഇതിനകത്ത് തന്നെ അൺഡു ചെയ്യാനും റീഡു ചെയ്യാനും ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതിനുശേഷം നമ്മൾക്ക് ഡൺ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇതിനെ ഫ്ലിപ്പ് ചെയ്യാൻ സാധിക്കും, റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും, ഇത് കോപ്പി ചെയ്യാൻ സാധിക്കും, ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾക്ക് ഈ ഒരു പിക്ചറിനെ കോപ്പി ചെയ്ത ശേഷം പവർ പോയിന്റിനകത്തും വേർഡിനകത്തും ഒക്കെ പേസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മളുടെ ഇമേജ് ഇവിടെ പേസ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾക്ക് ഇതുപോലെ ചെയ്യാൻ സാധിക്കും. ഈ ഒരു 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ക്യാൻവാസ് ഓപ്ഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾക്ക് അതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിനുശേഷം നമ്മൾക്ക് ഷോ ക്യാൻവാസ് എന്നത് നമ്മൾക്ക് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മൾക്ക് നമ്മളുടെ ഇമേജ് മാത്രം കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് മെനുവിൽ പോയ ശേഷം നമ്മൾക്ക് സേവ് ആസ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിനുശേഷം നമ്മൾക്ക് ഇമേജ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾക്ക് ഈ ഒരു ഇമേജ് വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇതിൻ്റെ ട്രാൻസ്പെറൻസി എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതൊരു ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും വരിക. നമ്മൾക്ക് ഇവിടെ നിന്നും നമ്മളുടെ വിഡ്ത്തും ഹൈറ്റും നമ്മൾക്ക് മാറ്റാൻ സാധിക്കും. ഇതിനുശേഷം നമ്മൾക്ക് സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിനുശേഷം നമ്മൾക്ക് ഇവിടെ നമ്മൾക്കൊരു നെയിം കൊടുക്കാം. ഇതിനുശേഷം നമ്മൾക്ക് സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ അത് സേവ് ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് ഇനി അതൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ആ ഒരു ഇമേജ്. ഇപ്പോൾ ഈ ഒരു ഇമേജിൻ്റെ സൈഡിലുണ്ടായിരുന്ന ആ ഒരു നീല കളറെല്ലാം പോയിട്ടുണ്ട്. നമ്മൾക്ക് ഈ ഒരു ഇമേജിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾക്ക് ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇതിനുശേഷം നോക്കുകയാണെങ്കിൽ ഇവിടെ PNG ഫയലാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പെയിന്റ് 3D ഉപയോഗിച്ച് ഒരു പിക്ചറിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ മനസ്സിലായി എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ എന്തെങ്കിലും വീഡിയോസ് ഫ്യൂച്ചറിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആഡ് ചെയ്യാം. See you in the next video. It's me, Alphin, signing out. Goodbye.